സംവിധായകൻ ശ്രീ ജോഷിയുടെ വീട്ടിൽ ഒരു കളവ് നടന്നിരുന്നു. ഏകദേശം 1,20,00,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് മോഷണം പോയത്. ആ മോഷ്ടാവിനെ 15 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് കൊച്ചി സിറ്റി പോലീസിൻ്റെ ഒരു നേട്ടമാണ്. ഇതിന് വേണ്ടി പ്രവർത്തിച്ച ടീം ലീഡർ ശ്രീ സുദർശൻ DCP ലാൻഡ് ഓർഡർ, അതുപോലെ തന്നെ ACP ശ്രീ രാജ്കുമാർ, SHO സൗത്ത് ശ്രീ പ്രേമാനന്ദ് കൃഷ്ണൻ, അതുപോലെ ബാക്കി മെമ്പേഴ്സായ പാലാരിവട്ടം SHO ശ്രീ റിച്ചാർഡ്, SI മാരായ അനിൽ, വിഷ്ണു, രവി, ASI മാരായ ജോസി, അനിൽ, സണ്ണി, പ്രശാന്ത് എന്നിവരാണ് ഇതിൽ പ്രവർത്തിച്ചത്. സൈബർ വിങ്ങിൻ്റെ SI മാരായ പ്രമോദ്, വിപിനും ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കർണാടക പോലീസിൽ ശ്രീ രമൺ ഗുപ്ത IPSൻ്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സായ മാംഗ്ലൂർ, അതുപോലെ തന്നെ ഉടുപ്പി, കാർവാർ എന്നീ ജില്ലകളിലെ SP മാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിൻ്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ഇതൊരു ടീം വർക്കായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഓഫീസർമാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. CCTV വിഷ്വൽസ് കാണാനിടയായി. എക്സ്റ്റെൻസീവായിട്ട് CCTV വിഷ്വൽസ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാറ് ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. പിന്നീട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. കാറിൻ്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ക്രോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിൻ്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച്, കർണാടക. വാഹനത്തിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജില്ലാ പഞ്ചായത്ത്. അത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാഹനമാണോ, പേരിലുള്ള വാഹനമാണോ? വാഹനം പ്രൈവറ്റ് വാഹനമാണ്. പക്ഷേ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ ബോർഡായിരുന്നു. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി, ബീഹാറിലെ ആ ബോർഡായിരുന്നു ഈ വണ്ടിയിൽ വെച്ചിരുന്നത്. ബോർഡ് വ്യാജമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ്, സീതാമർസി ജില്ലയിലെ, ബീഹാർ. ഇത് റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്തിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു.